നമസ്കാരം, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കേരള പാഠാവലിയിലെ 3-ാം യൂണിറ്റിലെ യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിതയിലെ കുറച്ച് ഭാഗം നാം പഠിക്കുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് ആ കവിതയിൽ നമുക്ക് മനസ്സിലായത്? സ്വന്തം വിശപ്പ് മറന്ന് പട്ടിണിപ്പാവങ്ങൾക്ക് കഞ്ഞി വിളമ്പുന്ന ഒരു ഉമ്മയെയും ഉമ്മയുടെ നന്മയും ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു മകനെക്കുറിച്ചുമുള്ള കവിതയാണ് വേദം. ഉമ്മ വിളമ്പിയ ചോറിന് മുന്നിൽ കുട്ടി വെറുതെ മുഖം കറുപ്പിച്ചിരിക്കുകയാണ്. ഉപ്പേരിയും കറിയും മീനും ഒന്നുമില്ല. പപ്പടം വട്ടത്തിലാണു താനും. അതൊക്കെയാണ് അവൻ്റെ പരിഭവത്തിന് കാരണം. ചോറ് വിളമ്പിയ പാത്രത്തിൽ ചുവന്നുള്ളി കൊണ്ടുള്ള കുറച്ച് ചമ്മന്തി മാത്രമേ കറിയായിട്ടുള്ളൂ. അവന് വല്ലാത്ത ദേഷ്യവും തോന്നി. ശരീരമാകെ വിറയ്ക്കുകയും ചെയ്തു. കാര്യമായ വിശപ്പ് ഒന്നുമില്ലെങ്കിലും വലിയ വിശപ്പാണെന്ന് അവൻ ഭാവിച്ചു. ഉണ്ണാൻ തുടങ്ങിയാൽ ആർത്തിക്കാരനായിട്ടാണ് വീട്ടുകാർ അവനെ പരിഗണിച്ചിരുന്നത്. വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഒന്ന് എത്തി നോക്കി. അപ്പോൾ വടക്കിന് മുറ്റത്ത് ഒരാൾക്കൂട്ടം അവൻ കണ്ടു. പാവങ്ങളായ അയൽക്കാരെല്ലാം അവിടെ കൂടിയിരിക്കുന്നു. അവർക്കെല്ലാം ഉമ്മ കഞ്ഞി വിളമ്പുകയാണ്. അവർക്ക് വിളമ്പുന്ന കഞ്ഞിയിൽ 1-2 വറ്റു മാത്രമാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണവും യുദ്ധക്കെടുതിയുമെല്ലാം ചേർന്ന് ഗ്രാമത്തെ പട്ടിണിയിലാഴ്ത്തിയ കാലമായിരുന്നു അത്. അന്ന് നാട്ടിലെ കൂടുതൽ ആളുകൾക്കും ആഹാരം ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രായമായവരും കുട്ടികളും അന്യോന്യം തള്ളിമാറ്റുന്നതും കലഹിക്കുന്നതും കലമ്പുന്നതും അവൻ കണ്ടു. ഇതുവരെയുള്ള ആശയമാണ് നാം പഠിച്ചത്. തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും പാഠപുസ്തകമെടുത്ത് ശ്രദ്ധയോടെ കേൾക്കുക. ഒട്ടു ചിലർ കഞ്ഞി മോന്തി പിരിയുന്നു, മറ്റും പലർ വന്നു ചേർന്നിടുന്നു. അമ്പാർന്നു കഞ്ഞി വിളമ്പുവാൻ മുറ്റത്തു കുമ്പിട്ടു നിൽപ്പതിനുള്ളിൽ ദൂരെ. എന്നെ കണ്ടും മയരികിലെത്തിച്ചൊല്ലി നന്ദി തിരക്കായിരുന്നു മോനെ. പറ്റില മീൻ കറിയുണ്ടാക്കാനെ കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വേണ്ടേ. വിണ്ണുവാൻ നിൽക്കാതെ ചമ്മന്തി ചോറുണ്ടെന്നുണ്ണി പോയി നേരമായി ബെല്ലടിക്കാൻ. 4 മണി വിട്ടു നീ വരുമ്പോഴേക്കും അയിലച്ചാറുണ്ടാക്കി വച്ചിടാം ഞാൻ. എന്താണ് ഈ വരികളിൽ അർത്ഥമാക്കുന്നത്? കുറച്ചു പേർ കഞ്ഞി കുടിച്ച് പിരിഞ്ഞു പോകുമ്പോൾ പുതുതായി ചിലർ വന്നു ചേരുന്നു. സ്നേഹത്തോടെ ഓരോരുത്തർക്കും കഞ്ഞി വിളമ്പിക്കൊടുക്കുകയാണ് ഉമ്മ. അതിനിടയിൽ മകനെ ദൂരെ നിന്ന് കണ്ട അമ്മ അവനരികിലെത്തി. തിരക്കായതുകൊണ്ട് മീൻകറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും ഈ കാണുന്ന പട്ടിണിക്കാർക്കെല്ലാം കഞ്ഞി വേണ്ടേ എന്നും ഉമ്മ അവനോട് ചോദിച്ചു. ചമ്മന്തിയും ചോറും കഴിച്ച് സ്കൂളിൽ പോകാനും ഉമ്മ അവനോട് പറയുന്നു. 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അയലക്കറി ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച ഉമ്മ കഞ്ഞി വിളമ്പിക്കൊടുക്കാൻ പോയി. ഇത്രയും ചൊല്ലിപ്പിരിഞ്ഞു പോയുമ്മ എന്നുൾ തട്ടിൽ കാപട്യം വെന്തെരിഞ്ഞു. ഉണ്ണാവൃതവുമായി അന്യരയൂട്ടുന്നൊരുമ്മതൻ യജ്ഞം കണ്ടു നിൽക്കേ. നീറുമെന്നുള്ളം കുറുകി പഴയരി ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം. പഞ്ഞക്കേടോതിയ നീറുപൂർവറ്റില്ല കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ. പിന്നെ ഞാൻ വൈകിയിൽ എന്നുടെ ചോറുമായി ഉമ്മതൻ പിന്നിൽ പതുങ്ങിയെത്തി. ഉള്ളലിഞ്ഞോതിനെ നെഞ്ചോറുമാ കഞ്ഞി വെള്ളത്തിലിട്ടു വിളമ്പിക്കൊള്ളൂ. പൊട്ടിക്കരഞ്ഞുമ്മ മാറോടു ചേർത്തെന്നെ കെട്ടിപ്പിടിച്ചു വിതുമ്പി മെല്ലെ. ഏതെന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാമ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ. പൈക്കുന്ന പള്ളയ്ക്കിര തേടി വാ
പാവത്തിൽ കാണാം പടച്ചവനെ. അതോടെ അവൻ്റെ മനസ്സിലെ ദേഷ്യവും വിഷമവുമെല്ലാം എരിഞ്ഞ് ഇല്ലാതായി. ചോറുണ്ണാതെ മറ്റുള്ളവരെ ഊട്ടുന്ന അമ്മയുടെ പ്രയത്നം കണ്ടുനിന്ന അവൻ്റെ മനസ്സ് നീറി. പട്ടിണി പാവങ്ങൾ വറ്റില്ലാത്ത കഞ്ഞിക്ക് വേണ്ടി ഇരന്നു. തനിക്ക് ചോറ് വേണ്ടുവോളം ഉണ്ടല്ലോ എന്ന് അവൻ ഓർത്തു. വൈകാതെ അവൻ തൻ്റെ ചോറുമായി ഉമ്മയുടെ പിന്നിൽ പതുങ്ങിയെത്തി. ആ ചോറും കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പിക്കൊള്ളുക എന്ന് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ അവനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്, ആ വേദം വിശപ്പാണെന്നറിയുക. വിശക്കുന്ന വയറിന് ആഹാരം തേടി വാടുന്ന പാവങ്ങളിൽ ഈശ്വരനെ കാണാൻ സാധിക്കും. വേദത്തിൽ എല്ലാ ജ്ഞാനവും അടങ്ങിയിരിക്കുന്നു. വേദം അറിഞ്ഞാൽ എല്ലാം അറിയാം എന്നാണ് പറയുന്നത്. എന്നാൽ ഉമ്മ ഇവിടെ പറയുന്നത് വിശപ്പ് എന്ന വേദത്തെക്കുറിച്ചാണ്. വിശക്കുന്നവനിൽ ദൈവത്തെ കാണാം എന്ന വലിയ ദർശനമാണത്. വിശക്കുന്നവന് ആഹാരം നൽകുമ്പോൾ അത് ദൈവപൂജയ്ക്ക് സമമാകുന്നു. വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്ന ഉമ്മ യഥാർത്ഥത്തിൽ ദൈവപൂജയാണ് ചെയ്യുന്നത്. വിശക്കുന്നവനെ കാണാത്തവർക്ക്, പരിഗണിക്കാത്തവർക്ക്, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാത്തവർക്ക് ഈശ്വരനെ കാണാനോ അറിയാനോ സാധിക്കില്ല. വേദം എന്നത് അന്യരുടെ വേദന അറിയലായി മാറുന്നു. മഹത് ഗ്രന്ഥങ്ങളിലുള്ള അറിവിനേക്കാൾ പ്രധാനമാണ് അപരൻ്റെ വേദനകൾ സ്വന്തം വേദനയായി കാണുന്നത് എന്നാണ് ഉമ്മയുടെ വാക്കുകളുടെ പൊരുൾ. എല്ലാവർക്കും കവിതയുടെ ആശയം മനസ്സിലായെന്ന് കരുതുന്നു. 1-2 തവണ കവിത നന്നായിട്ട് ചൊല്ലുക, ആശയം മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.